ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അധ്യായത്തിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ടെസ്റ്റിസ് എന്ന് പറയും. അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഓവറിയാണ്. ടെസ്റ്റിസ് മെയിൽ ഗാമീറ്റ്സായ സ്പെർമറ്റോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓവറീസ് ഫീമെയിൽ ഗമീറ്റ്സായ ഓവം അല്ലെങ്കിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവറീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇനി റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റ് കാണുന്ന അനുബന്ധ ഭാഗങ്ങളാണ് ഓവിഡക്റ്റ്. അപ്പോൾ ഓവിഡക്റ്റ് എന്നുള്ളതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫാലോപ്പിയൻ ട്യൂബ്. പിന്നെ ഗർഭപാത്രം അഥവാ യൂട്രസ് എന്ന് പറഞ്ഞ ഭാഗം, യൂട്രസിൻ്റെ പുറത്തേക്കുള്ള ഓപ്പണിംഗ് ആണ് സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് വജൈന എന്ന് പറയുന്ന ഭാഗം. പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ, ശരീരത്തിന് പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെയിൻ പാർട്ട് പെയേർഡ് ഓവറീസ്, ദാറ്റ് മീൻസ് ഒരു പെയർ ഓവറീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫാലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, then cervix, then there is another part known as the cervical canal, vagina, external genitalia. These are the major parts of female reproductive system. ഫീമെയിൽ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ആക്സസറി ഡക്റ്റുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ ആക്സസറി ഡക്റ്റുകളായിട്ട് റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ് എന്നുള്ള പേരുകളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സംബന്ധിച്ചുള്ള ആക്സസറി ഡക്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡക്റ്റാണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. പിന്നെ യൂട്രസ് എന്ന് പറയുന്നത് ഒരു ചേംബർ ആണെങ്കിലും അതിനെ ഒരു ഡക്റ്റായിട്ടിവിടെ കണക്കാക്കിയിരിക്കുന്നു. യൂട്രസിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓം എന്ന് പറയുന്ന ഒരു പേര്. വജൈന എന്ന് പറയുന്ന ഈ പോർഷൻ, ഇതും നമ്മൾ ആക്സസറി ഡക്റ്റിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേരുകളാണ്. ഓവിഡക്റ്റ്, യൂട്രസ്, വജൈന എന്ന് പറയുന്നത് ആക്സസറി ഡക്റ്റുകളുടെ കൂടെ പറയുന്ന പേരാണ്. ഇനി നമുക്ക് ആദ്യത്തെ പാർട്ടായ ഓവറിയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓവറീസാണ് പ്രധാനപ്പെട്ട ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് നേരത്തെ പറഞ്ഞു. അതായത് ഫീമെയിൽ ഗമീറ്റായ ഓവം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓവറിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അതോടൊപ്പം ഒവേറിയൻ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഒവേറിയൻ ഹോർമോൺസ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈസ്ട്രജൻ, പ്രോജസ്ട്രോൺ എന്ന് പറഞ്ഞ പേരുകളൊക്കെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എൻഡോക്രൈൻ ഓർഗൻസ് പഠിക്കുമ്പോൾ കേൾക്കുന്ന പേരുകളാണ്. ഈ ഹോർമോണുകളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അതിനെയാണ് നമ്മൾ സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്. സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് നാച്ചുറൽ അല്ലെങ്കിൽ ഫാറ്റ് നാച്ചുറുള്ള ഹോർമോൺസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫീമെയിൽ ഗമീറ്റ് അല്ലെങ്കിൽ ഓവത്തിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുക എന്നുള്ളത്. പിന്നെ അതോടൊപ്പം ഫീമെയിൽ സെക്സ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ, ഈസ്ട്രജൻ, പ്രോജസ്ട്രോൺ ഒക്കെ തുടങ്ങിയ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുക എന്നുള്ള ജോലിയും ഓവറീസിനുണ്ട്. അപ്പോൾ ഓവറി എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ ലൊക്കേറ്റഡ് ഓൺ ലോവർ അബ്ഡോമൻ, നമ്മുടെ അബ്ഡോമൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട്
രണ്ട് വശത്തായിട്ടാണ് ഓവറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറിയെ നമ്മുടെ ഈ റീജിയണിനെ വിളിക്കുന്ന പേരാണ് പെൽവിക് റീജിയൺ എന്ന് വിളിക്കും. അപ്പോൾ ഈ പെൽവിക് റീജിയണിലെ ശരീരത്തിൻ്റെ ഭാഗവുമായിട്ട് പെൽവിക് വാളുമായിട്ട് ലിഗമെൻസുകൾ കൊണ്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ലിഗമെൻസ് എന്നുള്ള പേരുകൾ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള ടെൻഡൻസും ലിഗമെൻസും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ മസിൽസുമായിട്ട് ഇതിനെ കണക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ലിഗമെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിഗമെൻസുമായിട്ട് ഓവറിയെ ബോഡി വാളുമായിട്ട് ലിഗമെൻസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ടാണ് കണക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറീസ് ആർ ദ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻസ് ദാറ്റ് പ്രൊഡ്യൂസ് ദ ഫീമെയിൽ ഗമീറ്റ് ഓർ ഓവം ആൻഡ് സെവറൽ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഓർ അതർവൈസ് വി കാൾ ഇറ്റ് ആസ് ഒവേറിയൻ ഹോർമോൺസ്. The ovaries are located one on each side of the lower abdomen. Each ovary is about 2 to 4 cm in length. 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെയാണ് ഓവറിയുടെ നീളം എന്ന് പറയുന്നത്. ആൻഡ് ഈസ് കണക്റ്റഡ് ടു ദ പെൽവിക് വാൾ ആൻഡ് യൂട്രസ് ബൈ മീൻസ് ഓഫ് ലിഗമെൻറ്റ്സ്. ലിഗമെൻറ്റ്സ് കൊണ്ടാണ് ഓവറിയെ കണക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ ഓവറിയെ സംബന്ധിച്ചിടത്തോളവും അത് ഒരു ഒവേറിയൻ സ്ട്രോമ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ എൻക്ലോസ് ചെയ്തിരിക്കും. ഓവറിയുടെ പുറത്തായിട്ട്, ഇതിപ്പോൾ ഓവറിയുടെ ഒരു ക്രോസ് സെക്ഷനാണ്. ഈ ഓവറിയെ കവർ ചെയ്തുകൊണ്ട് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിനകത്ത് കാണുന്ന ടിഷ്യൂസിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒവേറിയൻ സ്ട്രോമ. ഒവേറിയൻ സ്ട്രോമ. അപ്പോൾ ഈ ഒവേറിയൻ സ്ട്രോമയുടെ ഔട്ടർ പോർഷനെ നമ്മൾ കോർട്ടക്സ് എന്നും ഇന്നർ പോർഷനെ മെഡുല്ല എന്നും വിളിക്കും. അപ്പോൾ ഓവറിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ പറയും ഏറ്റവും ഔട്ട്സൈഡിലായിട്ട് അല്ലെങ്കിൽ ഓവറിയെ പുറമേ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ദർ ഈസ് എ തിൻ എപ്പിത്തീലിയം ആൻഡ് ഇന്നർ ടു ദിസ് തിൻ എപ്പിത്തീലിയം ദർ ഈസ് ഒവേറിയൻ സ്ട്രോമ. ആൻഡ് വി ക്യാൻ ഡിവൈഡ് ദിസ് ഒവേറിയൻ സ്ട്രോമ ഇൻറ്റു 2 സോൺസ്. പെരിഫറൽ സോൺ ഈസ് നോൺ ആസ് ദ കോർട്ടക്സ്. പുറത്തേക്കുള്ള ഭാഗത്തിന് കോർട്ടക്സ് എന്നും അകത്തുള്ള മിഡിൽ പോർഷനെ നമുക്ക് മെഡുല്ല എന്നുള്ള പേരിലും പറയാം. ഇനി അടുത്ത് നമുക്ക് ഓവി ഡക്റ്റിൻ്റെ ഭാഗങ്ങളുടെ പേരുകൾ പരിചയപ്പെടാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഓവി ഡക്റ്റ് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫലോപ്പിയൻ ട്യൂബ്സ്. അപ്പോൾ ഈ ട്യൂബിൻ്റെ പാർട്ടുകളുടെ പേരാണ്. അപ്പോൾ ഈ ട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന എഗ്ഗ് അഥവാ ഓവം അത് നേരെ ആദ്യം കടക്കുന്നത് ഓവിഡക്റ്റിനകത്തേക്കാണ്. അപ്പോൾ ഓവിഡക്റ്റിനകത്ത് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓവിഡക്റ്റിനകത്തുകൂടെ ഓവത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് സീലിയറി എപ്പിത്തീലിയത്തിലുള്ള സീലിയയുടെ ഹെൽപ്പ് കൊണ്ട് നടക്കുന്ന മൂവ്മെൻ്റ് ആണെന്നും പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഓവിഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ പേരുകളാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റിലായിട്ട് ഇവിടെ ഒരു ഭാഗം കാണുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ, ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. ഫിംബ്രിയെ കഴിഞ്ഞിട്ട് അല്പം കൂടെ ഒരു വൈഡറായിട്ടുള്ള ഒരു പോർഷൻ നമ്മളിവിടെ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഫൻറ്റിബുലം. ഇൻഫൻറ്റിബുലം. അടുത്തൊരു പോർഷൻ ഇവിടെ കാണുന്നുണ്ട് ആംബുല. ആംബുല. അടുത്തൊരു പോർഷൻ കാണുന്നുണ്ട് ഇസ്മസ്. അപ്പോൾ ഈ ഒരു 4 പോർഷൻസാണ് അല്ലെങ്കിൽ പേരുകളാണ് ഓവിഡക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന പേരുകൾ. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ ഈ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുമുണ്ട്. എക്സാമിനത് ആ രീതിയിൽ ചോദിക്കാം. ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവം പോകുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്, ആ പോകുന്ന സ്ഥലങ്ങളുടെ പേരുകൾ ക്രമത്തിലെഴുതാൻ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പേരുകൾ ഓർമ്മിക്കുക. ഫസ്റ്റ് ഫിംബ്രിയെ, ദെൻ ഇൻഫൻറ്റിബുലം, ദെൻ ആംബുല, ദെൻ ഇസ്മസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണിത് യൂട്രസിനകത്തേക്ക് ഓവം എത്തുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഓരോ ഓവിഡക്റ്റും ഏകദേശം 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടാകും ഈ ഓവിഡക്റ്റിന്. അപ്പോൾ ഇത് ഓവറിയുടെ അടുത്തായിട്ടൊരു ഫണൽ ഷേപ്ഡ് ഓപ്പണിംഗ് ആണ്. ആ ഒരു ഫണൽ ഷേപ്ഡ് ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഇൻഫൻറ്റിബുലം. ഈ ഇൻഫൻറ്റിബുലത്തിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അതിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവം
അതിനെ ഈ ഇൻഫൻറ്റിബുലത്തിനകത്തേക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. ഇനി ഈ ഇൻഫൻറ്റിബുലം കഴിഞ്ഞിട്ട് അടുത്ത് കുറച്ചുകൂടെ ഒരു വൈഡർ പോർഷനിലേക്ക് വരുന്നു. ആ പോർഷനെ വിളിക്കുന്ന പേരാണ് ആംബുല. ഇനി ഓവിയഡക്റ്റിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇസ്മസ്. അപ്പോൾ ഇസ്മസ് ആണ് ഓവിയഡക്റ്റിനെ യൂട്രസുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ പാർട്ടുകളുടെ പേരുകൾ ഒന്നുകൂടെ നോക്കാം. ഫിംബ്രിയെ, ഇൻഫൻറ്റിബുലം, ആംബുല, ഇസ്മസ്. ഫിംബ്രിയെ ആണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കഴിഞ്ഞിട്ട് കാണുന്ന ഈ ഒരു പോർഷനാണ് ഇൻഫൻറ്റിബുലം, ദെൻ ആംബുല, ഇസ്മസ് ആണ് യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ട്. അപ്പോൾ ഇത് ഓരോന്നും നമുക്കൊരു ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ദ പാർട്ട് സീൻ ഇൻ ബിറ്റ്വീൻ ഇൻഫൻറ്റിബുലം ആൻഡ് ഇസ്മസ്, ദാറ്റ് ഈസ് ആംബുല. ദ പാർട്ട് വിച്ച് കളക്ട് ഓവം ഫ്രം ഓവറി, ദാറ്റ് ഈസ് ഫിംബ്രിയെ. ആൻഡ് ദ പാർട്ട് വിച്ച് കണക്ട് ഓവിയഡക്റ്റ് ടു യൂട്രസ്, ദാറ്റ് ഈസ് ഇസ്മസ്. അപ്പോൾ അത് കൃത്യമായിട്ടും ഈ പേര് ഈ ക്രമത്തിൽ തന്നെ ഫിംബ്രിയെ, ഇൻഫൻറ്റിബുലം, ആംബുല, ഇസ്മസ്. അപ്പോൾ ഈ ക്രമത്തിൽ തന്നെ ഈ പേരുകൾ ഓർത്തിരിക്കേണ്ടതാണ്. അടുത്ത് നമുക്ക് യൂട്രസിൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം. ഇതൊരു ഇൻവേർട്ടഡ് പിയർ ഷേപ്ഡ് സ്ട്രക്ചറാണ്. അപ്പോൾ നേരത്തെ ഓവറിയെ പെൽവിക് വാളുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ലിഗമെൻറ്റ്സ് ഉള്ളതുപോലെ തന്നെ യൂട്രസിനെയും പെൽവിക് വാളുമായിട്ട് ലിഗമെൻറ്റ്സ് കൊണ്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂട്രസ് പുറത്തേക്ക് തുറക്കുന്ന ഓപ്പണിംഗ്, അപ്പോൾ അതാണ് നമ്മളിവിടെ ആദ്യം കണ്ടത്. ഫസ്റ്റ് വരുന്ന ഒരു ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് സെർവിക്സ് എന്ന് വിളിക്കുന്നു. സെർവിക്സ് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ഈ ഒരു പോർഷനാണ് വജൈന എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഇതിനിടയ്ക്ക് കാണുന്ന കുറച്ചുകൂടെ ഒരു വൈഡർ പാർട്ടാണ് ദാറ്റ് ഈസ് സെർവൈക്കൽ കനാൽ. അപ്പോൾ ഈ പറയുന്ന സെർവിക്സും വജൈനയും സെർവൈക്കൽ കനാലും ഇത് മൂന്നും കൂടെ ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് ബർത്ത് കനാൽ. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് അതർവൈസ് യൂട്രസിനകത്ത് കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തിയായാൽ അത് പുറത്തേക്ക് വരുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ട്യൂബ് അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ബർത്ത് കനാൽ. അപ്പോൾ ബർത്ത് കനാൽ എന്തൊക്കെ ചേർന്നതാണെന്ന് ചോദിച്ചാൽ സെർവിക്സ്, സെർവൈക്കൽ കനാൽ ആൻഡ് വജൈന, ദീസ് ത്രീ ടുഗദർ നോൺ ആസ് ബർത്ത് കനാൽ. അപ്പോൾ യൂട്രസ് അഥവാ മറ്റൊരു പേരൂടെ ഉണ്ട്, ഓംബ് എന്നുള്ള ഒരു പേരൂടെ പറയാറുണ്ട് യൂട്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ പേരുകൾ മൂന്നും ഓർമ്മിക്കുക. ഇനി യൂട്രസിൻ്റെ ഭിത്തിയെക്കുറിച്ചാണ് പറയുന്നത്. വാൾ ഓഫ് യൂട്രസിന് 3 ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ പേരുകൾ: പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. പടത്തിൽ നോക്കിയാൽ കാണാം, എൻഡോമെട്രിയമാണ് ഏറ്റവും അകത്തുള്ള ലെയർ. നടുവിലുള്ള ലെയറാണ് മയോമെട്രിയം. ഏറ്റവും പുറത്തുള്ള ലെയറാണ് പെരിമെട്രിയം. ലെയേഴ്സിൻ്റെ പേരുകൾ എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം. ഇനി ഈ ഓരോ ലെയറിൻ്റെയും പ്രത്യേകത. ഇപ്പോൾ പെരിമെട്രിയമാണ് ഔട്ടർ ലെയർ, അതൊരു തിൻ ലെയറാണ്, ഒരു തിൻ മെംബ്രെയിൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ലെയറാണ് പെരിമെട്രിയം, ഔട്ടർ ലെയർ. മയോമെട്രിയം എന്ന് പറയുന്നത് മിഡിൽ തിക്ക് ലെയർ, സ്മൂത്ത് മസിൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തിക്കായിട്ടുള്ള ലെയറാണ് മയോമെട്രിയം. സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മയോമെട്രിയത്തിൻ്റെ കോൺട്രാക്ഷനാണ് ആക്ച്വലി ഡെലിവറി പെയിൻ ഉണ്ടാക്കുന്നത്. അതായത് കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തിയായി കഴിയുമ്പോൾ കുഞ്ഞിനെ ഈ പറയുന്ന സെർവൈക്കൽ കനാൽ അല്ലെങ്കിൽ ബർത്ത് കനാലിൽ കൂടെ പുറത്തേക്ക് കുഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഈ യൂട്രസ് കോൺട്രാക്റ്റ് ചെയ്യണം, ചുരുങ്ങണം. അപ്പോൾ ആ ചുരുങ്ങാൻ ആവശ്യമായിട്ട് ഉള്ള കോൺട്രാക്ഷൻ നടത്തുന്നത് മയോമെട്രിയത്തിലുള്ള സ്മൂത്ത് മസിൽസാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയർ ഈ കാണുന്നതാണ്. ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ലെയറിനെ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലാൻഡുലാർ ലെയറാണ്. ഒരുപാട് സെക്രീറ്ററി ഗ്ലാൻസ് ഇതിനകത്തുണ്ട്.
അതുപോലെ ഒരുപാട് ബ്ലഡ് വെസൽസും തിൻ കാപ്പിലറീസും ഒക്കെ നിറഞ്ഞ ഒരു ലെയറാണ് ഈ എൻഡോമെട്രിയം. ഒരു കുഞ്ഞിന് വളർച്ചയ്ക്ക് വേണ്ടി അതിന് കിടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കുഞ്ഞ് മെത്ത എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്പോഞ്ചി ലെയറാണ് എൻഡോമെട്രിയം. ധാരാളം ബ്ലഡ് വെസൽസും അതുപോലെ ഗ്ലാൻസും ഒക്കെ ഉള്ള സെക്രീറ്ററി ലെയറൊക്കെ ഉള്ള ഒരു ലെയറാണ് ഈ എൻഡോമെട്രിയൽ ലെയർ. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ലെയറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിന് സൈക്ലിക്കലായിട്ട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസത്തിലും റിപ്പീറ്റ് ചെയ്തു വരുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിൽ ഈ എൻഡോമെട്രിയൽ ലെയർ ബ്രേക്ക് ആവുകയും ഇവിടുത്തെ ബ്ലഡ് വെസൽസ് പൊട്ടുകയും ആ പൊട്ടുന്ന ബ്ലഡ് വെസൽസ് വഴി ബ്ലീഡിംഗ് ഉണ്ടായി ആ മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ സൈക്ലിക്കലായിട്ട് അത് ഡാമേജ് ആവുകയും റിപ്പയർ ആവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെയറാണ് ഈ പറയുന്ന എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയർ. അപ്പോൾ 3 ലെയറിൻ്റെ പേരുകൾ പുറത്തു നിന്നും അകത്തേക്കോ അകത്തു നിന്നും പുറത്തേക്കോ എന്നുള്ള രീതിയിൽ എഴുതാൻ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ പേരുകൾ പുറത്തു നിന്ന് അകത്തേക്കാണെങ്കിൽ പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. അപ്പോൾ തിരിച്ചാണെങ്കിൽ ആദ്യം എൻഡോമെട്രിയം എഴുതും, അടുത്ത് നമ്മൾ മയോമെട്രിയം എഴുതും, അടുത്ത് നമ്മൾ പെരിമെട്രിയം എഴുതും.